എന്താടി എന്റെ മോന്റെ ഒക്കെ വിശേഷായാ? ഇല്ല. നല്ലോണം പ്രാർത്ഥിച്ചോ, പെട്ടെന്നാവും. മോന്റെ വിസ വന്നാ? ഇല്ല. നല്ലോണം പ്രാർത്ഥിച്ച വേഗം വരും. ഭഗവാനെ ഇവരൊക്കെ രക്ഷിക്കണേ ഭഗവാനെ. കാരണേ എടുത്താലടിക്കല്ലോട്ടാ. അയ്യോ ഇപ്പൊ ഉണ്ടോ? ഓ വേണ്ടെങ്കി വേണ്ട, എനിക്കൊന്നും യോഗല്ല. ആ അല്ല ശോഭേച്ചി, നിങ്ങളെ മോന്റെ ബിസിനസ് എപ്പെങ്ങാനും വരുവാ? എപ്പം നോക്കുമ്പോ നിനക്ക് എന്നെ കാണുമ്പോ ഇതേ ചോദിക്കാനില്ലു. നിന്റെ എല്ലാം ചോദ്യം കൊണ്ട് ചക്കന് വീട്ടിൽ പുറത്തിറങ്ങാൻ പറ്റാണ്ടായി. ചക്കന് വിസ വരും ചെയ്യും, അതിനില്ല വഴിപാട് നമ്മ നടത്തുന്നുണ്ട്. ഇനി വെറുതെ കൊക്കട്ടി പറിക്കാൻ നിക്കണ്ട. ഓന്റെ ബിസിനസ് ഒന്നും വരാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങളെ വരെ എന്ത് വരുമെന്ന് വിസ? എനിക്കെന്തിനിപ്പ വിസ? അല്ല ഇങ്ങക്ക് മുകളിലേക്ക് പോണ്ടേ? നീ എനിക്ക് വിസ ആക്കുന്നു? അടുത്ത ഭാവിലെ കറുത്ത കാക്കാ പോന്നെ. റഫീഖിന് നമ്മൾ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പോന്ന് പറഞ്ഞാല് ചെറുപ്പത്തിലേ വലിയ ഇഷ്ടാ. ഓൻ കൊല്ലം വരൂ. ഒരു കൊല്ലത്ത് കൂടുതൽ ഉമ്മാനെ കാണാണ്ട് ഓനവിടെ നിൽക്കാൻ കഴിയില്ല മോളെ. ഓനൊരു ഉമ്മ കുഞ്ഞാ. പക്ഷെങ്കിൽ കഴിഞ്ഞ കൊല്ലം വന്നിട്ടില്ലാട്ടാ. 1.5 കൊല്ലം കൂടുതൽ നിന്നാ 15 ദിവസത്തെ ലീവ് കൂടുതൽ കിട്ടുമല്ലോ. ഓന്റെ നിക്കാഹിന് അത് നല്ലല്ലേ, അതുകൊണ്ടാന്ന്. ഓൻ തിരിച്ചു പോകുമ്പോ എല്ലാരും എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയും, ഒരു കൊല്ലോന്ന് പറയുന്നു ദാന്നും പറഞ്ഞങ്ങ് പോവില്ലേന്ന്. എനക്കാണെങ്കിൽ ഈ വീട്ടിൽ ഒറ്റക്ക് നിൽക്കുമ്പോ 1 കൊല്ലം പോവാന്ന് പറഞ്ഞ വലിയ പണിയാന്ന് മോളെ. ഓള് വന്നേന്ന് തോന്നുന്നു. മോള് പോയിക്കോ. ശരി. അവിടെ പണിയില്ല ഒതുങ്ങിയ? നിങ്ങളെ രണ്ടാളെ മേല് കഴിപ്പിച്ച? ഒരു വിളിച്ചിനാ? കുറച്ചു മുന്നേ വിളിച്ചിനി, എത്താനായി എന്നാ പറഞ്ഞ. ഈ പുഴുത്ത കുപ്പായം കീറിയ പാന്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ റഫീക്കെ നാട്ടിൽ വരുമ്പോ ഇടാനി. വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്. വന്ന് കയറുമ്പോ തന്നെ നാറ്റിക്കലുമ്മ. ഇത് താക്കാന്റെ ബെല്ലി വല്ലയുടെ പുതിയ ഷർട്ടാ, പാന്റും പുതിയ മോഡലാ. എന്തെങ്കിലും ആട്ട്. നാട്ടുകാർ മുമ്പിൽ മക്കാറാവണ്ട്, നീ ഉള്ളിൽ കയറിയട്ടെ. രാജമ്മേ. രാജമേച്ചി എന്തല്ല യാത്രയിലെ സുഖേന മോനെ? പിന്നെ അടിപൊളി. ആകെ കോലം കേട്ടല്ലോ. അതുണ്ടേ ഇനി നേരിട്ടില്ലാന്ന് വേണ്ട, അടുക്കുന്ന അവിടെ ആള്. ഹലോ, ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഓളോട് അത് മാത്രം ചോദിക്കരുത്. വിശേഷം പ്രശ്നമല്ലേ? അനക്കിന് തിരിച്ചു പോകുമ്പോ മോക്കും ഇതുപോലെ തന്നെ വേണ്ടേ? വേണം. അപ്പൊ ഇനി ചോദിക്കല്ലേ? ഇല്ല. ആത്തുണ്ട് വെച്ചോ. നല്ല നായികളെ റഫീഖെ, അന്നേരം ഓളെ കൈമ ചാലിയത്ത് എന്റെ ഭാഗ്യട്ടാ. സത്യം. അപ്പൊ നമ്മളെ നാട്ടിൽ ഇനി അത് ചോദിക്കാനേ പറ്റൂല. പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞവരോട് അവരേത് രീതിക്ക് എടുക്കാന്ന് പറയാൻ പറ്റില്ല. നാട്ടിൽ വന്നിട്ട് ആളുകളെ കാണുമ്പോ വിശേഷം ചോദിക്കാൻ എങ്ങനെയാ? അല്ല റഫീഖെ, എനിക്കിതെന്തെല്ലാം ചോദിക്കാണ്ട്. ഹവാദിന്ന് ചോദിച്ചൂടെ? കൈഫാലക്കെന്ന് ചോദിച്ചൂടെ? ഒന്നുമില്ലേ നിനക്ക് സുഖല്ലേന്ന് ചോദിച്ചൂടെ? ചോദിക്കുന്നതിന്റെ ഒരു സുഖം ഉണ്ടല്ലോ. അതിനൊരു സുഖമുണ്ട്. ഭയങ്കര സുഖാണ്. നിങ്ങൾ സമയം പോക്കാണ്ടേ ഇതാണ്ടി. വേണ്ട സന്തോഷേ, ഹറാമാണ്. വെള്ളം ഒഴിക്കാണ്ട് അവിടെ വെച്ചാ. ഹലാലായിട്ടുള്ള ചിപ്സ് ഉണ്ടോ? മീൻ ചാപ്സ് ഉണ്ട്. അത് ഹലാലാണ്. ഇതെല്ലാം ഉണ്ടല്ല മോളിലിരിക്കുന്നവൻ പറഞ്ഞ് സെറ്റാക്കിയ കാര്യങ്ങളാ. ഇപ്പൊ എന്റെ കാര്യം തന്നെ എടുത്തു നോക്ക്. ഞാനിപ്പൊ കെട്ടാൻ പോണ സീനത്തിന്റെ ഉപ്പാക്ക് ഒറ്റ നിർബന്ധമേ ഉള്ളൂ, ആളുടെ മോളെ ഡിഗ്രി കഴിഞ്ഞേ കെട്ടിക്കുള്ളൂന്ന്. എന്റെ മഹാഭാഗ്യത്തിന് ഓള് ഡിഗ്രിക്ക് തോറ്റ്. കഷ്ടകാലത്തിന് ഓളെങ്ങാനും ജയിച്ചിരുന്നെങ്കിൽ ഓളുടെ ഉപ്പ എന്താ പറയാ, ഡിഗ്രിക്കാരി മോളെ 10ാം ക്ലാസ് കുസ്തി കെട്ടിക്കൂല. അയാൾ പറയും അയാളുടെ മോളെ ഭാവി നോക്കണല്ലോ, അത് നമ്മളും മനസ്സിലാക്കണല്ലോ. പോയിന്റ്. ഓളെ തോപ്പിച്ച അതേ പടച്ചോൻ ഇന്നെ ജയിപ്പിക്കാം. എനിക്കൊരു കുഞ്ഞ് ജനിക്കും. ആ കുഞ്ഞിനെടുത്ത് ഈ ഇൻറ്റോളും പോന്ന ഈ നാട്ടുകാർ മുഴുവൻ കാണും. എനിക്കതേ പറയാനുള്ളൂ. എന്താ ശുക്കൂറേ? അല്ലല്ലോ, എനക്കിതൊന്നും വലിയ പ്രശ്നമായി തോന്നില്ല. അല്ല, ഓളുടെ സ്റ്റാറ്റസ് എന്താ ഇപ്പോ?
തലശ്ശേരി കടപ്പുറം ഏ ഓളെ സ്ഥിരം വാട്സപ്പ് സ്റ്റാറ്റസ് അതല്ലേ? അതല്ലടോ ഓള് റെസ്റ്റിലാണോ? റെസ്റ്റില്ല, 4ാമത്തെ. എന്നെ കൊണ്ട് ഇത് എങ്ങനെ സാധിക്കുന്ന ശുക്രേ? എടാ ഇതൊന്നും നമ്മളെ കയ്യിൽ നിൽക്കുന്ന കാര്യമൊന്നുമില്ല റഫീഖെ. ഇനി നേരത്തെ പറഞ്ഞ പോലെ എല്ലാം പടച്ചോന്റെ കളിയാ. പിന്നെ പടച്ചോന്റെ കളി കളിക്കാനുള്ള മുഴുവൻ നിങ്ങൾ കളിച്ചിട്ട് അത് പടച്ചോന്റെ താഴെയായിട്ട് കളിക്കാണ്ട് അടിക്കുന്നുണ്ടോ? ഇല്ല കുപ്പി കൊണ്ട് ഞാൻ പോവേ 2 ഗ്ലാസും 4 ആളും. ഇത് മാനേജ് ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. സന്തോഷേ, നവ്യേട്ടാ, ഈ എത്ര പേക്ക് അടിച്ചടാ? അയ്യോ എണ്ണിയില്ല. കുപ്പിങ്ങന്ന് പോയിക്കോ. ഹലോ ആ എടുത്ത് അവിടെ വെച്ചു. മോശം വന്നില്ലേ? നീ കുളിച്ചിനാ? കുളിക്കാണ്ട് പിന്നെ സോപ്പും തേച്ചിനാ? ആ തേച്ചിന്. നിന്നോട് ആരും സോപ്പ് വെക്കാൻ പറഞ്ഞേ? ഞാൻ കുളിക്കും സോപ്പ് തേക്കും, അതിന് പാരോളും ചോദിക്കണം. എടാ ഫേഷ്യലിട്ട സോപ്പ് തേക്കറ്, അതിന്റെ മൊത്തം കുണം പോവും. പ്രത്യേകിച്ച് പേള്. തേടല്ലടോ, പേള്. പിന്നെ അതിന്റെ മൊത്തം സോപ്പ് വെച്ച് കൊണങ്ങാൻ എന്താ നോക്കാം. മര്യാദക്ക് പണിയെടുക്കാൻ പറ്റും. വെറുതെ ആ സോപ്പിന് കുറ്റം മതി. അതുണ്ടല്ല, ഞാൻ കുറച്ച് സാധനം കൂടെ വേണ്ട, ബിരിയാണി കഴിക്കില്ലേ? അപ്പൊ ബിരിയാണി കൊടുക്കണ്ട. പോയിക്കോ.